മൂന്നാം പിണറായി സർക്കാരിന്റെ വിളംബരവുമായി കണ്ണൂരിൽ LDF റാലി. വൻ ജനപങ്കാളിത്തത്തോടെ നടന്ന റാലിയിൽ വീണ്ടും പിണറായി സർക്കാർ ജനങ്ങൾ ആഗ്രഹിക്കുന്നതായി CPM സംസ്ഥാന കമ്മിറ്റി അംഗമായ N ചന്ദ്രൻ പറഞ്ഞു. മുഖ്യമന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയുമെല്ലാം LDF സർക്കാർ തുടരുമെന്ന് ആവർത്തിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും ഒരു മൂന്നാം പിണറായി ഗവൺമെന്റ് ഈ കേരളത്തിൽ വരുമെന്ന് കേരളത്തിലെ മുഴുവൻ ആളുകളും, കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം കേരളത്തിലെ മുഴുവൻ ആളുകളും പ്രതീക്ഷിക്കുന്നു, ആഗ്രഹിക്കുന്നു. അത്തരമൊരു ഗവൺമെന്റിന് മാത്രമേ ഈ കേരളത്തെ ഇനിയും മുന്നോട്ടേക്ക് നയിക്കാൻ കഴിയൂ എന്ന് കേരളത്തിലെ ജനങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. ആ വിശ്വാസമാണ് ഈ ഗവൺമെന്റിനുള്ള പിന്തുണയുമായി കേരളത്തിലെ എല്ലാ സ്ഥലത്തും ഒഴുകി വരുന്ന ഈ ജനക്കൂട്ടം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. തുടരും എന്ന മോഹൻലാൽ ചിത്രം ഹിറ്റായതോടെ LDFന്റെ പ്രധാന ടാഗ് ലൈൻ ഇതാണ്. LDF തുടരുമെന്ന് നേതാക്കൾ ഒന്നടങ്കം പ്രഖ്യാപിക്കുകയാണ്. കണ്ണൂരിൽ സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി നടന്ന LDF ജില്ലാ റാലിയിലും മുഴങ്ങിക്കേട്ടത് LDF തുടരുമെന്ന്. എന്നാൽ ഒരു പടി കടന്ന് LDF തുടരും എന്നതിനു പകരം ജില്ലാ കൺവീനറും CPM സംസ്ഥാന കമ്മിറ്റി അംഗവുമായ N ചന്ദ്രൻ മൂന്നാം പിണറായി സർക്കാർ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞതും ശ്രദ്ധേയമായി. LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞാണ് 2016-ൽ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത്. UDF ഭരണത്തിൽ തകർന്നടിഞ്ഞ കേരളത്തെ LDF വികസനത്തിലേക്ക് കൊണ്ടുവന്ന് എല്ലാം ശരിയാകും എന്ന് പറഞ്ഞത് ശരിയായി എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അന്ന് കേരളം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളിലും LDFനെ അധികാരത്തിലെത്തിയാൽ എന്തു ചെയ്യും എന്ന വാഗ്ദത്തങ്ങൾ അതിലുണ്ടായിരുന്നു. ജനങ്ങൾ അത് നല്ല വിശ്വാസത്തിലെടുത്തു, മുഖവിലക്കെടുത്തു, LDFനെ വിശ്വാസത്തിലെടുത്തു. അതിൻ്റെ ഭാഗമായി ജനങ്ങൾ തന്നെ ആ ഘട്ടത്തിൽ ഒരു കാര്യം പരസ്യമായി ചൊല്ലുകയുണ്ടായി. ആ ചൊല്ല് നാടാകെ ആ കാലത്ത് ഏറ്റെടുത്തു. അതായിരുന്നു LDF വരും, എല്ലാം ശരിയാകും എന്ന ചൊല്ല്. ഇത് വെറും വാക്കായി പോയോ? ജനങ്ങൾ പ്രതീക്ഷിച്ച, ജനങ്ങൾ അർപ്പിച്ച വിശ്വാസം, ജനങ്ങളുടെ പ്രതീക്ഷ നിറവേറ്റാൻ LDFനും LDF നേതൃത്വം കൊടുക്കുന്ന സർക്കാരിനുമായോ? ആ പരിശോധനയാണ് സാധാരണ നിലയിൽ ജനങ്ങൾ നടത്തുക. ജനങ്ങൾ ചൊല്ലിയ ചൊല്ല് തീർത്തും അന്വർത്ഥമായല്ലോ. LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞത് ഈ കാര്യത്തിൽ പൂർണ്ണമായും ശരിയായല്ലോ. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും LDF തുടരുമെന്നതിൽ സംശയമില്ലെന്ന് പറഞ്ഞു. ഒന്നാം ടേം കഴിഞ്ഞ് 2ാം ടേമിൽ പിണറായി വിജയൻ ഗവൺമെന്റ് ഉണ്ടാവില്ല എന്ന ധാരണയോടുകൂടിയായിരുന്നു ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ആര് മുഖ്യമന്ത്രിയാവണം, ആരെല്ലാം മന്ത്രിമാരാവണം, മന്ത്രിമാരുടെ സ്റ്റാഫിൽ ആരൊക്കെയാണ് ഉണ്ടാവേണ്ടത്, IPSകാരായിരിക്കണം, അതുപോലെ തന്നെ IASകാരായിരിക്കണം എന്നുൾപ്പെടെ തീരുമാനിച്ചിട്ടാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ അവർ കൈകാര്യം ചെയ്തത്. കഴിഞ്ഞ 5 കൊല്ലം പൂർത്തിയായപ്പോൾ അപ്പോഴാണ് ജനങ്ങൾ, ഞാൻ ഈ പറഞ്ഞ മാധ്യമങ്ങളും കേന്ദ്ര ഏജൻസികളും അതുപോലെ ഭൂസ്വ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ട് പ്രവർത്തിച്ചിട്ടും കേരളത്തിലെ ജനങ്ങളാണ് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തുടർന്നും ഈ കേരളം ഭരിക്കണമെന്ന് തീരുമാനിച്ചത് അവരാണ്. അവരുടെ തീരുമാനത്തിന്റെ വെളിച്ചത്തിലാണ് ഇപ്പോഴും 4 കൊല്ലം പൂർത്തിയായി 5ാമത്തെ വർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതിവിടെ അവസാനിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് 5 കൊല്ലം പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം 2026 മെയ്യിൽ നടക്കാൻ പോകുന്ന, സാധാരണയിൽ നടക്കാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ള ചരിത്ര വിജയം കുറിച്ചുകൊണ്ട് അത് 3ാമത്തെ ടേമിലേക്ക് കടക്കുമെന്ന കാര്യത്തിലും യാതൊരു സംശയവും ഉണ്ടാവേണ്ടതില്ല. അതാണ് ജനങ്ങൾ നൽകുന്ന പിന്തുണ. കോൺഗ്രസ് നേതൃത്വത്തെ മാറ്റിയതുകൊണ്ടൊന്നും LDFന്റെ 3ാം ഊഴം തടയാൻ കഴിയില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു. കണ്ണൂരിൽ LDF ജില്ലാ റാലിയിൽ വൻ ജനാവലിയാണ് തടിച്ചുകൂടിയത്. കളക്ടറേറ്റ് മൈതാനം നിറഞ്ഞു കവിഞ്ഞു. കേരളം കൈവരിച്ച നേട്ടങ്ങൾ എണ്ണി പറഞ്ഞ് മുഖ്യമന്ത്രി പ്രവർത്തകർക്ക് ആവേശം പകരുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.